അയ്യോ, നമ്മൾ വൾഗാരിറ്റി ഒന്നും കാണില്ല. നമ്മുടെ എൻ്റെ അച്ഛൻ കാണില്ല, എൻ്റെ അമ്മ കാണില്ല, എൻ്റെ സഹോദരങ്ങൾ ആരും കാണില്ല, എൻ്റെ കെട്ടാൻ പോകുന്ന ചെക്കൻ ഒട്ടും കാണില്ല. അയ്യോ, നമ്മൾ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ കല്യാണം കഴിച്ചാൽ പോലും വൾഗർ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ വളരെ ഡീസൻറ്റ്, നമ്മൾ വളരെ ഡീസൻ്റ് ആണ്, മനസ്സിലായ? നമുക്ക് ഇടണമെന്നൊക്കെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതാരെങ്കിലും നടന്ന് കണ്ടാലോ അസൂയേ കുശുമ്പും. സ്വന്തമായിട്ട് അവർക്ക് ഇടാൻ പറ്റുന്നില്ല. ഇടാൻ പറ്റാത്തതിന് ആരെ കുറ്റം? നമ്മുടെ കുറ്റമാണോ? വേണോ? എന്നോട് ചോദിച്ചാൽ കൊടുക്കും. എനിക്കൊന്ന് താഴെ ഒരു ഡ്രസ്സെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി കൊടുക്കും. എന്നാ ഇട്ടോ. നിങ്ങൾക്ക് എന്തിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, എനിക്ക് എന്തിടണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഞാനിടേണ്ട ഡ്രസ്സ് ഞാനാ തീരുമാനിക്കേണ്ടത്, എനിക്കിടണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ എനിക്ക് വാങ്ങിത്തരുന്നത് ആരാണോ അവരാ തീരുമാനിക്കേണ്ടത് എന്തിടണം എന്തിടണ്ട എന്നുള്ളത്. എന്നാലും നിയമം പോലും നമ്മളോട് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഡ്രസ്സ് ധരിക്കുക എന്നാണ്. എന്നിട്ട് ഡ്രസ്സും ധരിച്ചിട്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഇതാ എന്നെ പിടിച്ചോ, എൻ്റെ ബ്രസ്റ്റ് പിടിച്ചോ, എൻ്റെ ബ്രസ്റ്റ് പിടിച്ചോ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെയും കൂട്ടി എൻ്റെ ബോയ്ഫ്രണ്ടിനെയും കൂട്ടി അവിടെ ആരെങ്കിലും പറയട്ടെ, എവിടെയെങ്കിലും അവിടെ ഫുള്ള് CCTV ഉണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു ബോയ്ഫ്രണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ, എന്നെ കാണാൻ വരുന്നുണ്ടോ? ഇവരൊക്കെ അവിടെ എവിടെയും ബീച്ചിലും അവിടെ എവിടെയും പോകുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, എന്തോ ഇവർക്ക് ചെയ്യാം, കറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും ഒരു പട്ടിയും കാണാൻ വരുന്നില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പോകുന്നു, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്നു. നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നീറ്റായിട്ട് പോവുക, അവർക്കൊരു പരിദോഷം വരുത്താതിരിക്കുക, ഇതാ ചെയ്യേണ്ടത്. എവർക്കിങ്ങനെ അഴിഞ്ഞാടി ഇങ്ങനെ നടക്കാം, പക്ഷേ നമ്മളൊന്നും പറയാൻ പാടില്ല. അവർ ചെയ്യുന്നതെല്ലാം നല്ലത്. അവരിങ്ങനെ ഫുഡ് കഴിക്കാൻ നടക്കുന്നു, അത് നടക്കുന്നു. ഞാൻ പക്ഷെ എപ്പോഴും ഒറ്റയ്ക്ക് പോവും, ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. ഞാൻ അങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ല. ജസ്റ്റ് ഫ്രണ്ടിലൊരു കോഫി കടയുണ്ട്, ചായ കുടിയിലുണ്ട്, കോഫി വാങ്ങും, കുഴിക്കും, പോവും. ഈ അവസ്ഥ എൻ്റെ. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ പുറകെ കുറേ എണ്ണം അസൂയ മൂത്ത് എൻ്റെ പുറകെ വരുന്നുണ്ട്. പിന്നെ ഞാൻ സക്സസ് ആവുന്നുണ്ട്. നിങ്ങൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ലത് ചെയ്യുക, നിങ്ങൾക്ക് ദൈവം നല്ലത് തരും. അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ദൈവം നിങ്ങളെ ഇപ്പം കിടക്കുന്ന സിറ്റുവേഷനില്ലേ അതിനേക്കാൾ താഴെ കൊടുത്തിരിക്കും. നിങ്ങളതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മനസ്സ് നന്നാക്കുക. ആരായാലും ശരി, നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. ആരെയും ചുമ്മാ അതും ഇതും പറഞ്ഞ് വേദനിപ്പിക്കാണ്ടിരിക്കുക. അപ്പം തന്നെ ദൈവം തരും, മനസ്സിലായോ? ഇങ്ങനെ താണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ എന്ന്. അവിടെയും ചിന്തിക്കണ്ടാവും, നിനക്ക് വേദന ഇല്ലേടി. ഞാൻ പറഞ്ഞില്ലേ, 1% ഉള്ളൂ എനിക്ക് വേദന. അത് ഞാൻ ശ്രമിച്ചാൽ ആ 1% മാറി കിട്ടും. അത് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഞാനത് ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ടൈമുണ്ട്. പിന്നെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇന്ന ഡ്രസ്സ് ഇടണമെന്ന്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടം പറഞ്ഞിട്ടില്ല. ഒരു നിയമം പറഞ്ഞിട്ടില്ല. നിയമം നമ്മുടെ സർക്കാരോ ഗവൺമെൻറ്റോ ഒരു റൂൾസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പാലിക്കാം. അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത്, നിൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഫുഡ് കഴിക്കേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനല്ല നീ ഫുഡ് കഴിക്കേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനല്ല നീ ഡ്രസ്സ് ധരിക്കേണ്ടത്, അല്ലേ? പിന്നെ നന്നായാൽ എല്ലാവർക്കും കൊള്ളാം. പിന്നെ കുറേ പഴയ ടീമുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പെൺപിള്ളേർ പോകുമ്പോൾ ഇവളുമാർ എന്താ ഡ്രസ്സ് ഇട്ടേക്കണേ. കൊച്ചുമക്കൾക്ക് കുഞ്ഞുടുപ്പുകളും ഒക്കെ വാങ്ങി കൊച്ചുമക്കളിങ്ങനെ നടക്കാം. ഒരു 10 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ മുട്ടിൻ്റെ മുകളിലിരിക്കുന്ന ഇത്രയുള്ള ട്രൗസറൊക്കെ ഇട്ട്, പിന്നെ ടീഷർട്ട് കയ്യില്ലാത്തൊക്കെ ഇട്ട് നടക്കാം. കൊച്ചുമക്കളെ നോക്കുന്നില്ല, അവിടെ അല്ല വൃത്തിയായിടുന്നു, ബാക്കിയുള്ളവരെയാണ് നോക്കുന്നത്. അത് പ്രായമുള്ളവരെന്ന് പറയാം, അവരിപ്പോൾ കാണുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പ്രായമുള്ളവരെക്കാളും കഷ്ടമായിട്ട് കുറേ എണ്ണമുണ്ട് നമ്മുടെ ഇടയിൽ, അതറിയാം. ദേഷ്യമുണ്ടല്ലോ ഉള്ളിൽ, അസൂയയും കുശുമ്പും ഉള്ളവരെ കാണുമ്പോഴല്ലോ എനിക്കന്ന് ടച്ചിന് കൊടുക്കാൻ തോന്നും. പിന്നെ ഞാൻ സകല കൺട്രോൾ എടുത്ത് നിൽക്കുക. അവർക്കുള്ളത് ഞാൻ കൊടുക്കുമ്പോൾ ചെറുതായിപ്പോവും, അവർക്കുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിരിക്കും. ആ ദൈവം എന്നെ കാണിച്ച് തന്നിരിക്കും, ഉറപ്പുണ്ട്. സകലം എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഒരാളെ ഞാൻ ദ്രോഹിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. ഞാൻ അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ മാതാപിതാ ഗുരു എന്നുള്ള രീതിയിൽ കാണുന്നത്.
ഞാൻ അഥവാ പറയുന്നുണ്ടെങ്കിൽ അവർ അത് ഇത് എന്നേ പറയലുള്ളൂ. ഒരിക്കലും മിസ്സുമാരെ ഞാൻ ഒരിക്കലും ഇവള് പണ്ടാരക്കാലത്തി പോട്ടെ ഫുൾ തെറി പറയുന്ന ടീമുകൾ വരെയുണ്ട് ടീച്ചേഴ്സിനെ. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ ഇവര് അത് ഇത് ഇങ്ങനെ പറയും. എല്ലാവർക്കും ഒരേ ടീച്ചേഴ്സിനെ ഇഷ്ടമാണോന്നില്ല. ഇഷ്ടക്കുറവെന്ന് വെച്ചാൽ നമ്മളോട് കാണിക്കുന്ന പോലെ ഇരിക്കും നമുക്കും. അപ്പം ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറയുന്നത് എന്നേ പറയും അവരിങ്ങനെ കാണിച്ച് അവരതാ വരുന്നു എന്ന് പറയും. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും ടീച്ചറിനെ പറയുന്നതൊന്നും അറിയുന്നില്ല എന്ന്. അവരറിയുന്നില്ലായിരിക്കും, ഞാൻ പറയാനും പോകുന്നില്ല. ഞാൻ എന്തിനു പറയണം? ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ കാണുന്ന ദൈവം തമ്പുരാനുണ്ട്. അതൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നോളും.